എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേരള എക്കണോമിയുടെ തേർഡ് ക്ലാസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള 2 ക്ലാസ്സിൻ്റെയും വീഡിയോസിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ക്ലാസ്സും കൂടെ നമ്മൾ കേരളത്തിൻ്റെ സോഷ്യോ എക്കണോമിക് ഫാക്ട്സ് ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഷ്യോ എക്കണോമിക് ഫാക്ട്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ കുറച്ചും കൂടെ കൺസെപ്റ്റൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നതായിരിക്കും. ഫാക്ട്സുകളായിട്ട് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുമ്പോൾ അത് കുറച്ച് ഡ്രൈ ആയിരിക്കും, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളത് അറ്റ്ലീസ്റ്റ് ആ ഒരു ട്രെൻഡെങ്കിലും നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. അതുപോലെ തന്നെ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റുകൾ ഓർത്തിരിക്കുകയും ചെയ്യണം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് സെക്രട്ടേറിയറ്റ് ആൻഡ് മെയിൻസിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പേപ്പർ 2 പാക്കേജിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പ്രിലിംസ് എക്സാമിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു നോട്ട്സ് പാക്കേജ് ആണ്. കാര്യം വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കവറേജ് ആണ് കൊടുത്തിട്ടുള്ളത്. പേപ്പർ 2 കുറച്ചധികം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. കാര്യം പേപ്പർ 1 കൂടുതലും പ്രിലിംസിൽ നമ്മൾ കവർ ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ തന്നെയാണ് കൂടുതലും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വരുന്നത്. പേപ്പർ 2 കുറേ കൂടെ ഫ്രഷ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്, നല്ല രീതിയിലുള്ള പഠനം ആവശ്യമാണ്. അതുകൊണ്ടാണ് പേപ്പർ 2 മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു പാക്കേജ് ചെയ്തിട്ടുള്ളത്. KS മെയിൻസിൽ നമ്മളൊരു പാക്കേജ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ടെലിഗ്രാം കോൺടാക്ട് നമ്പർ വഴി ടെലിഗ്രാമിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. സോ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് ആണ്. ആദ്യം ഇവിടെ കൊടുത്തിട്ടുള്ളത് ലൈഫ് എക്സ്പെക്റ്റൻസി അറ്റ് ബർത്തിനെ പറ്റിയിട്ടാണ്. സോ ലൈഫ് എക്സ്പെക്റ്റൻസി അറ്റ് ബർത്ത് ഇൻ കേരള is 75 years, which is highest among Indian states and higher than all India average 70 years. സോ ഓൾ ഇന്ത്യ ലെവലിലുള്ള ലൈഫ് എക്സ്പെക്റ്റൻസി അറ്റ് ബർത്ത് എന്ന് പറയുന്നത് 70 years ആണ്. അതിലും സിഗ്നിഫിക്കൻ്റ്ലി ഹയർ ആണ് കേരളത്തിലെ ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നത്. അത് 75 years ആണ് കേരളത്തിലെ ലൈഫ് എക്സ്പെക്റ്റൻസി അറ്റ് ബർത്ത്. ഇത് വളരെ നല്ലൊരു ഹെൽത്ത് പാരാമീറ്റർ ആണ്. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റിനെ പറ്റിയിട്ടാണ്. മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് മാതൃമരണ നിരക്കാണ്. അതിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി നമ്പർ ഓഫ് മെറ്റേണൽ ഡെത്ത്സ് ഡ്യൂറിങ് എ ഗിവൺ ടൈം പീരീഡ് പെർ 1 lakh ലൈവ് ബർത്ത് ഡ്യൂറിങ് ദ സെയിം ടൈം പീരീഡ്. ഇറ്റ് ഈസ് ദി നമ്പർ ഓഫ് മെറ്റേണൽ ഡെത്ത് ഡ്യൂറിങ് എ ഗിവൺ ടൈം പീരീഡ് പെർ 1 lakh ലൈവ് ബർത്ത് ഡ്യൂറിങ് ദ സെയിം ടൈം പീരീഡ്. സോ കേരളത്തിൻ്റെ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് 19 ആണ്, വിച്ച് ഇസ് ലോവസ്റ്റ് among the states and much lower than all India average of 97. ഇന്ത്യയുടെ മൊത്തത്തിലുള്ള മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് 97 ആണ്. കേരളത്തിലേക്ക് അടക്കം കേരളത്തിന് MMR എന്ന് പറയുന്നത് 19 ആണ്. സോ ഓൾ ഇന്ത്യ ആവറേജിനേക്കാളും വളരെ താഴെയാണ്. അത് വളരെ വലിയൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. അടുത്തത് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത് IMR. കേരള is the only big state in India with a single digit infant mortality rate of 6, whereas the all India average is 28. സോ കേരളത്തിൻ്റെ IMRും ഏറ്റവും മികച്ച IMR ആണ് കേരളത്തിൻ്റെത്. 6 ആണ് കേരളത്തിൻ്റെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ഇതിൽ ഓൾ ഇന്ത്യ ആവറേജ് എന്ന് പറയുന്നത് 28 ആണ്. സോ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് 1000 ലൈവ് ബർത്തുകളിൽ 1 വയസ്സിൽ താഴെയുള്ള എത്ര കുട്ടികൾ മരിച്ചു എന്നാണ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി നമ്പർ ഓഫ് ഇൻഫൻറ്റ് ഡെത്ത്സ് അണ്ടർ 1 year of age per 1000 ലൈവ് ബർത്ത് ഇൻ എ ഗിവൺ ഇയർ. കേരളത്തിൻ്റെ IMR എന്ന് പറയുന്നത് 6 ആണ്. ഓൾ ഇന്ത്യ ലെവലിൽ IMR 28 ആണ്. അടുത്ത ഹയർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റാറ്റ് ആണ്. ഇൻ ഹയർ എഡ്യൂക്കേഷൻ കേരള ഹാസ് ഗോട്ട് എ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ GER ഓഫ് 41.3, വിച്ച് ഇസ് 7th highest among states and union territories. AISHE 2021-22 റാങ്കിങ് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റ്സ് പ്രകാരം കേരളത്തിൻ്റെ GER എന്ന് പറയുന്നത് 41.3 ആണ്. അടുത്തൊരു ജനറൽ ആയിട്ടുള്ള കാര്യമാണ് കേരള ഹാസ് ദ ലീസ്റ്റ് റൂറൽ അർബൻ ഡിവൈഡ് ഇൻ ഇന്ത്യ ബിക്കോസ് ഓഫ് സ്ട്രോങ് കണക്ടിവിറ്റി. എവറി വില്ലേജ് ഇൻ കേരള ഈസ് കണക്റ്റഡ് വിത്ത് ഓൾ വെദർ റോഡ്സ്. സോ കേരളത്തിലെ നമുക്കറിയാം, കേരളത്തിലേക്ക് കടക്കുമ്പോഴേക്കിനും എല്ലാ ഏരിയയും അത്യാവശ്യം വെൽ കണക്റ്റഡ് ആണ്. നല്ല റോഡുകളുണ്ട്, നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. സോ ആ ഒരു വ്യത്യാസം വളരെ കുറവാണ്. ഗ്രാമങ്ങളും അർബൻ ഏരിയയും തമ്മിലുള്ള ആ ഒരു ഡിവൈഡ് അല്ലെങ്കിൽ ആ ഒരു വ്യത്യാസം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് കേരള ഹാസ് ദ ലീസ്റ്റ് റൂറൽ അർബൻ ഡിവൈഡ് ഇൻ ഇന്ത്യ ആൻഡ് ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് സ്ട്രോങ് കണക്ടിവിറ്റി. എവറി വില്ലേജ് ഇൻ കേരള ഈസ് കണക്റ്റഡ് വിത്ത് ഓൾ വെദർ റോഡ്സ്. അടുത്ത കേരളത്തിൽ പാസ് ചെയ്യുന്ന നാഷണൽ ഹൈവേസിനെ പറ്റിയിട്ടാണ്. ആസ് ഓഫ് നോ കേരളത്തിൽ 11 നാഷണൽ ഹൈവേസ് ആണ് പാസ് ചെയ്യുന്നത്. 11 നാഷണൽ ഹൈവേസ് പാസ് ത്രൂ കേരള അറ്റ് ടോട്ടൽ ലെങ്ത് ഓഫ് 1781 കിലോമീറ്റേഴ്സ്. ലേറ്റസ്റ്റ് കേരള എക്കണോമിക് റിവ്യൂ പ്രകാരമുള്ള ഫാക്റ്റ് ആണ്. ഇനിയിപ്പോൾ കേരളത്തിൻ്റെ ഓർഗനൈസ് സെക്ടറിലുള്ള ഒരു ഡിസ്ട്രിബ്യൂഷനാണ് കൊടുത്തിട്ടുള്ളത്. ഇൻ 2024 ഔട്ട് ഓഫ് 12.6 lakh persons employed in organized sector in Kerala, 5.6 lakh, അതായത് 44.4% are in public sector and 7 lakh ബ്രാക്കറ്റിൽ 55.6% are in private sector. ഇതൊരു ട്രെൻഡാണ്, അല്ലെ കൃത്യമായ ഫാക്റ്റിൽ ഓർത്തിരിക്കേണ്ട കാര്യമില്ല. കേരളത്തിൽ ഓർഗനൈസ് സെക്ടറിൽ ഇപ്പോഴും പ്രൈവറ്റ് സെക്ടറിലാണ് കൂടുതൽ ആളുകൾ വർക്ക് ചെയ്യുന്നത്. ഏകദേശം 55.6% ആളുകളാണ് ഓർഗനൈസ് സെക്ടറിൽ. പ്രൈവറ്റ് സെക്ടറിൽ കേരളത്തിൽ വർക്ക് ചെയ്യുന്നത്. പബ്ലിക് സെക്ടറിലേക്ക് കടക്കുമ്പോഴേക്കിന് 44.4% ആളുകളാണ് വർക്ക് ചെയ്യുന്നത്.
ഇനിയിപ്പോൾ കേരളത്തിൻ്റെ മന്ത്ലി സോഷ്യൽ സെക്യൂരിറ്റി പെൻഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. കേരള ഹാസ് ഇൻക്രീസ് ദി മന്ത്ലി സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫ്രം ദി എമൗണ്ട് ഓഫ് ₹600 per beneficiary in 2016 to ₹1,600 per beneficiary in 2021. 2021 മുതൽ കേരളത്തിൽ 1,600 രൂപയാണ് പ്രതിമാസ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷനായിട്ട് കൊടുക്കുന്നത്. സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ആർക്കൊക്കെ എലിജിബിൾ ആണെന്നൊക്കെ ഓർത്തിരിക്കുക. ഇനിയിപ്പോൾ കേരളത്തിന് കുറച്ച് പ്രധാനപ്പെട്ട അച്ചീവ്മെൻറ്റ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. കേരള റെക്കോർഡ് ദ ലോവസ്റ്റ് പോവർട്ടി ലെവൽസ് among ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഫോർ ദ സെക്കൻഡ് കൺസിക്യൂട്ടീവ് ടൈം വിത്ത് എ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് സ്കോർ ഓഫ് 0.002 ആസ് പെർ നീതി ആയോഗ് 2023 റിപ്പോർട്ട്. സോ കഴിഞ്ഞ 2 വർഷമായിട്ട് നീതി ആയോഗ് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് എന്ന് പറഞ്ഞ് MPI സ്റ്റേറ്റുകളെ കമ്പയർ ചെയ്തുകൊണ്ട് അങ്ങനെ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു റിപ്പോർട്ട് 2023 റിപ്പോർട്ട് പ്രകാരം വീണ്ടും കേരളം തന്നെയാണ് ഏറ്റവും കുറവ് പോവർട്ടി ലെവൽ. ഈ ഒരു കണക്ക് പ്രകാരം ഏറ്റവും കുറവ് പോവർട്ടി ലെവലുള്ള സ്റ്റേറ്റ് ആയിട്ട് വീണ്ടും കേരളം തിരഞ്ഞെടുക്കുകയുണ്ടായി. കേരളത്തിൻ്റെ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് സ്കോർ എന്ന് പറയുന്നത് 0.002 ആണ്. സോ അടുത്ത അച്ചീവ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ SDG ഇൻഡെക്സ് 2023-24 കേരള സെക്യൂർഡ് ദ ടോപ്പ് റാങ്ക് ഫോർ ദ 4th year in a row with an overall score of 79 and leading in goal 2 0 Anga score 84 and goal 4 ക്വാളിറ്റി എഡ്യൂക്കേഷൻ സ്കോർ 82. സോ SDG ഇൻഡെക്സ് പ്രകാരം അടുപ്പിച്ച് 4ാമത്തെ തവണയും 2023-24 കേരളമാണ് ലീഡ് ചെയ്യുന്നത്. കേരളത്തിൻ്റെ ടോപ്പ് റാങ്കിൻ്റെ സ്കോർ എന്ന് പറയുന്നത് 79 ആണ്. അതിൽ തന്നെ പല ഗോളുകളുണ്ട്. അപ്പം ഗോൾ 2 0 ഹങ്കർ എന്ന് പറഞ്ഞ ഗോൾ 2ലും ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിനുള്ള ഗോൾ 4ലും കേരളം ആണ് ലീഡിങ്. കേരളത്തിൻ്റെ അതിനുള്ള സ്കോറുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത മറ്റൊരു അച്ചീവ്മെൻറ്റ് അക്കോർഡിംഗ് ടു ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ട് 2024 കേരള എമർജസ് ദ മോസ്റ്റ് പ്രിഫേർഡ് സ്റ്റേറ്റ് ടു വർക്ക് ഫോർ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ എംപ്ലോയബിൾ ടാലൻറ്റ്. അക്കോർഡിംഗ് ടു ദി ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ട് 2024 കേരള എമർജസ് ദ മോസ്റ്റ് പ്രിഫേർഡ് സ്റ്റേറ്റ് ടു വർക്ക് ഫോർ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ എംപ്ലോയബിൾ ടാലൻറ്റ്. സോ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു സോഷ്യോ എക്കണോമിക് ഫാക്ട്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നമ്മൾ കവർ ചെയ്തത്. ഇതിൽ എല്ലാ ഫാക്റ്റുകളൊന്നും ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ പ്രധാനപ്പെട്ട കുറച്ച് ഫാക്റ്റുകൾ ഓർത്തിരിക്കുക. ഞാൻ ഓൾറെഡി പലവണ പറഞ്ഞിട്ടുള്ള ആ ഒരു ട്രെൻഡുകളും ഓർത്തിരിക്കുക. കാര്യം സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ചോദ്യങ്ങളൊക്കെ ആ ഒരു ട്രെൻഡുകളായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഓർത്ത് വെക്കുക. സോ ഇനിയുള്ള ക്ലാസ്സുകൾ നമ്മൾ കുറച്ചും കൂടി കൺസെപ്റ്റലായിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. കേരള എക്കണോമിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു സിലബസിൽ കൊടുത്തിട്ടുള്ള ടോപ്പിക്കുകളിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നതാണ്. സോ ഈ ഒരു സെഗ്മെന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആസ് ഓഫ് നോ നമ്മുടെ ഒരു വ്യൂസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. സോ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് സ്ട്രോങ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ താങ്ക് യു.